ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നൊരു പുതിയൊരു വീഡിയോ വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ വേസ്റ്റ് ടാങ്കിന് പുറത്ത് പി ട്രാപ്പ് ഫിറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. നമുക്കറിയാം, നമ്മൾ ഈ മെയിൻ്റനൻസിനൊക്കെ പഴയ വീടുകളിലൊക്കെ മെയിൻ്റനൻസിനൊക്കെ പോകുമ്പോൾ അവിടെയുള്ള ക്ലയൻസ് നമ്മളോട് പറയാറുണ്ട്, ഈ സ്മെല്ല് കിച്ചൻ്റെ ഏരിയയിലും വാഷ് ബേസിൻ്റെ ഏരിയയൊക്കെ സ്മെല്ലാത്ത രീതിയിൽ സ്മെല്ല് ഉണ്ടാകാറുണ്ടെന്ന്. അപ്പം അത് ഉണ്ടാകുന്നത് ഈ വേസ്റ്റ് ഫിറ്റിന് പുറത്ത് ഈ പി ട്രാപ്പ് എന്നുള്ള സംവിധാനം ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ എല്ലാ സൈറ്റിലും നമ്മൾ ഈ പി ട്രാപ്പ് സിസ്റ്റത്തിലൂടെയാണ് പിറ്റിലേക്ക് പൈപ്പ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ വേസ്റ്റ് എല്ലാ പൈപ്പ് സ്ഥലത്തു നിന്നും പൈപ്പ് കണക്ട് ചെയ്തിട്ട് ഈ വേസ്റ്റ് പിറ്റിൻ്റെ അടുക്ക് എത്തിക്കുകയും അവിടുന്ന് ഒരു മാനുവൽ ചേമ്പർ ആക്കിയിട്ട് പി ട്രാപ്പ് ഫിറ്റ് ചെയ്തു. അതൊരു മാനുവൽ ചേമ്പർ ആക്കിയിട്ട് വേസ്റ്റ് പിറ്റിൻ്റെ അകത്തേക്ക് കണക്ട് ചെയ്യുന്ന രീതിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിലാണ് നമ്മൾ വർക്ക് എടുക്കുന്നത്. അത് ചെയ്തുകൊണ്ട് ഗുണം, ഒരു സ്ഥലത്തും സ്മെല്ലോ കാര്യങ്ങളോ ഉണ്ടാവില്ല. അത് പി ട്രാപ്പ് വെച്ചു അതിട്ട് കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം ഈ ട്രാപ്പിന് ചുറ്റും നമ്മൾ സാധാരണ ഇഷ്ടിക വെച്ചിട്ട് കെട്ടാറുണ്ട്, പിന്നെ എന്തെങ്കിലും വെച്ചിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ട് മെയിനോളാക്കാറുണ്ട്. നമ്മൾ ചെയ്യുന്നത് മെയിനോളിൻ്റെ റേസർ നമുക്ക് കിട്ടും. അപ്പോൾ മെയിനോളിൻ്റെ റേസർ വെച്ചിട്ട് അതിന് ചുറ്റും കോൺക്രീറ്റ് ചെയ്ത്, അപ്പോൾ ഇൻ്റർലോക്കിൻ്റെ ലെവലിൽ ഈ റേസറിൻ്റെ മുകളിൽ ഈ സ്ക്വയർ കവർ വരുന്നുണ്ട്, റൗണ്ട് കവർ വരുന്നുണ്ട്. അപ്പോൾ ആ കവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് മെയിൻ്റനൻസും കാര്യങ്ങൾക്കൊക്കെ സൗകര്യമായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യുന്ന രീതി. ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം. ഗുഡ് നൈറ്റ്.